കൊച്ചിയിലേക്ക് പോകാം. കരുവന്നൂർ കള്ളപ്പണക്കേസിൽ കെ രാധാകൃഷ്ണൻ എംപിക്കെതിരെ തുടർ നടപടികളിലേക്ക് കടക്കാനൊരുങ്ങുകയാണ് ഇഡി. തുടർച്ചയായി സമൻസുകൾ നൽകിയിട്ടും ഹാജരാകാത്തത് വ്യക്തമായി അന്വേഷിക്കാനാണ് യൂണിറ്റിന്റെ തീരുമാനം. ഇഡി അഡീഷണൽ ഡയറക്ടർക്ക് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. കെ രാധാകൃഷ്ണൻ ഏപ്രിൽ 7-ന് ഹാജരാകുന്നതുവരെ രണ്ടാം ഘട്ട കുറ്റപത്രം സമർപ്പിക്കുന്നത് നീട്ടണമോ എന്നതിൽ ഇഡി ഡൽഹി ആസ്ഥാനത്തു നിന്നുള്ള തീരുമാനമായിരിക്കും ഇതിൽ അന്തിമമാകുക. മൊഴി ഒഴിവാക്കി മാർച്ച് അവസാന വാരം തന്നെ കുറ്റപത്രം സമർപ്പിക്കുന്നതും പരിഗണനയിലുണ്ട്. വിവരങ്ങളുമായി സുധീഷ് ഗോപാൽ ചേരുന്നുണ്ട്. സുധീഷ് ഗോപാൽ, എം പി ഇങ്ങനെ ഹാജരാവാതെ ഓരോ കാരണങ്ങൾ പറഞ്ഞ് പാർലമെൻറ്റാണ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സ്കിപ്പ് ചെയ്ത് പോവുകയാണ്. എന്നാൽ ഇ ഡി നിലപാട് കടുപ്പിക്കുകയാണ്. കുറ്റപത്രത്തിൽ എം പിയുടെ പേര് കൂടി ചേർക്കപ്പെടുമോ എന്ന കാര്യമൊക്കെ എന്തായാലും ഇനി ഇ ഡിയുടെ തീരുമാനത്തിലേക്ക് വിടുകയാണ്. അല്ലെങ്കിൽ അത്തരം നിലപാടുകൾ ഇനി വരുന്ന മണിക്കൂറുകൾ അറിയാൻ സാധിക്കുകയുള്ളൂ. എന്താണ് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ? ഉമേഷ്, ഈ കേസിലെ ഏറ്റവും പ്രധാനമായ ഒരു സംഭവം ആദ്യമായി കേരളത്തിലൊരു ക്കെതിരെ സാമ്പത്തിക ക്രമക്കേടുകൾ സംബന്ധിച്ച കേസെടുക്കുന്നു. അതിൽ സാമ്പത്തികം കണ്ടുകെട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അത് CPM-നെതിരെ ഉള്ള ED നടപടിയാണ്. ഈ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് 77 ലക്ഷം രൂപയുടെ ഇടപാടുമായി ബന്ധപ്പെട്ടതാണ് ഇത്തരത്തിലൊരു നടപടി വരുന്നത്. അത് പാർട്ടി ഓഫീസിനായി ഭൂമി കണ്ടെത്തിയതിലടക്കമുള്ള ക്രമക്കേടുകൾ അതിൽ കണ്ടെത്തിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടാണ് CPM-ന്റെ ജില്ലാ സെക്രട്ടറിമാരെ ചോദ്യം ചെയ്യുന്നത്. അതിൽ മുൻ മന്ത്രി കൂടിയായ AC മൊയ്തീനെയും അതോടൊപ്പം തന്നെ MM വർഗീസിനെയും നേരത്തെ ED ചോദ്യം ചെയ്തിരുന്നു. എന്നാൽ 2 തവണ സമൻസ് അയച്ചിട്ടും കൃത്യമായ ഒരു മറുപടിയോ ഇല്ലെങ്കിൽ ഈ ചോദ്യം ചെയ്യലിന് ഹാജരാവാനുള്ള ഒരു സമീപനമോ മുൻ മന്ത്രി കൂടിയായ രാധാകൃഷ്ണനിൽ നിന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ലോക്സഭാ സമ്മേളനം നടക്കുന്നു, അത് കഴിഞ്ഞാൽ പാർട്ടി കോൺഗ്രസ് നടക്കുന്നു എന്നതാണ് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഏപ്രിൽ 7-ന് ശേഷമേ ഹാജരാകാൻ പറ്റൂ എന്നതാണ് അറിയിച്ചിട്ടുള്ളത്. ഇതേ സാഹചര്യത്തിൽ മാർച്ച് അവസാന വാരം തന്നെ രണ്ടാം ഘട്ട കുറ്റപത്രം സമർപ്പിക്കാനായിരുന്നു EDയുടെ നീക്കം. ഈ നീക്കത്തിന് വലിയ തിരിച്ചടിയാണ് MPയുടെ സമീപനം. അതുകൊണ്ട് തന്നെ ഏത് രീതിയിൽ ഇനി മുന്നോട്ട് പോകണമെന്ന ഒരു ആശങ്കയാണ് EDയുടെ ഭാഗത്തു നിന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അഡീഷണൽ ഡയറക്ടർക്ക് കത്ത് നൽകിയത്. 3 തീരുമാനങ്ങളാണ് അതിൽ കൈക്കൊള്ളാനാവുക. ഒന്ന്, മൊഴിയെടുക്കാതെ തന്നെ രണ്ടാം ഘട്ട കുറ്റപത്രം സമർപ്പിക്കുക, ഇല്ലെങ്കിൽ മൊഴിയെടുക്കുന്നതിനായി കാത്തു നിൽക്കുക, അതല്ലെങ്കിൽ ചോദ്യാവലി അയച്ചു കൊടുത്തുകൊണ്ട് അതിന് മറുപടി സ്വീകരിക്കുക. ഈ 3-ൽ ഏത് തീരുമാനം ഉണ്ടാവണമെന്നത് ഇനിയും ഡൽഹിയിൽ നിന്നാണ് ഉണ്ടാവേണ്ടത്. അതിന് കാത്തിരിക്കുകയാണ് കൊച്ചിയിലെ ED. എന്തായാലും കെ രാധാകൃഷ്ണൻ ഏറെ നിർണായകമാണ്. ED എന്ത് നിലപാട് സ്വീകരിച്ചാലും കുറ്റപത്രത്തിൽ ഇനി കെ രാധാകൃഷ്ണന്റെ പേര് എഴുതി ചേർക്കുമോ അല്ലെങ്കിൽ നടപടികളിലേക്ക് ED കടക്കുമെന്നതൊക്കെ ഇനി അറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും സുധീഷ് ഗോപാലയുടെ വിശദമായ വിവരങ്ങൾ പങ്കുവച്ചത്.